അറിഞ്ഞാൽ നിങ്ങൾക്ക് ജാതിയില്ല, മതവുമില്ല, ഒന്നുമില്ല. പ്രപഞ്ച യാഥാർത്ഥ്യമാണ്. അല്ല ഞാൻ മുസ്ലിമാണ്, ഞാൻ ഇന്ന മതമാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യാനി, ഞാൻ പാർസിയാണ്. മണ്ടന്മാരുടെ പിടിവലികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് തമ്മിൽ തല്ലി ചാവാം. ഞാൻ കാവി ധരിച്ചാലും, ഞാൻ പച്ച ധരിച്ചാലും, മാല ധരിച്ചാലും, ലോഹം നീളമുള്ള ഡ്രസ്സ് ധരിച്ചാലും ഒക്കെ ഈ ഉള്ളിൽ ആത്മാവും ആത്മാവിന്റെ സ്വരൂപമായ പ്രപഞ്ചനാഥന ശിവനും ഇലാഹും പ്രപഞ്ചവുമാണ്. എന്ത് വേഷം ധരിച്ചു എന്നുള്ളതല്ല, ആളുകളുടെ ഓരോരുത്തരും ധരിച്ചു വെച്ചിരിക്കുന്ന ഊഹങ്ങളും സങ്കല്പങ്ങളും അതിലൂടെ പിടിവലി അതാക്കി തീർക്കാൻ, ഞാൻ ഉദ്ദേശിച്ചതാക്കി തീർക്കാൻ ഞാനും, മറ്റുള്ളവർ സങ്കല്പിച്ച നിഗമനാക്കി തീർക്കാൻ അവരും, അങ്ങനെ പലവരും പിടിവലിച്ചിട്ട് ഇവിടെ തമ്മിത്തല്ല, ഞാനാണ് ശരി, നിങ്ങളാണ് ശരി, മറ്റവനാണ് ശരി എന്ന് തമ്മിത്തല്ലി നശിപ്പിക്കുന്നു. ദൈവം തന്നെ തല്ലി നശിപ്പിക്കുകയാണ്. ദൈവമല്ലാതെ ഇവിടെ ഒന്നുമില്ലല്ലോ. ഈശ്വരൻ, ശിവനല്ലാതെ, ഇലാഹല്ലാതെ, പ്രപഞ്ചമല്ലാതെ വേറെ യാതൊന്നുമില്ല ഇവിടെ. ആ പ്രപഞ്ചത്തിൻ്റെ നാഥനാണ് നമ്മൾ ഓരോരുത്തരും എന്നറിയാതെ. ഞാനും മനുഷ്യനാണ്, ദൈവത്തിൻ്റെ പ്രത്യേക സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ അടിമയാണ്, ദൈവത്തിൻ്റെ ദാസനാണ് എന്നൊക്കെ പറഞ്ഞ് ദൈവം വേറെയും ദാസം വേറെയായിട്ട് നമ്മളതാണ് ശരി, നിങ്ങളതാണ് ശരി എന്നാൽ തമ്മിൽ തച്ച് നശിക്കുന്ന ഈ ലോകത്തേക്കാണ് ദൈവങ്ങളെല്ലാം അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഓരോ കാലഘട്ടത്തിലും അജ്ഞരായ അന്ധകാരത്തിൽ മുഴുകിയ ജനതയിലേക്ക് ഇതുപോലെ എന്നെപ്പോലെ യാഥാർത്ഥ്യത്തെ കണ്ടറിഞ്ഞ് അനുഭവിച്ച് യാഥാർത്ഥമായി വന്നിട്ടുള്ളവരാണ് കൃഷ്ണനും രാമനും ബുദ്ധനും യേശുവും മുഹമ്മദും നാനാക്കും രാമകൃഷ്ണ പരമഹംസവും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും. ഇതുപോലെ അനവധി, എനിക്ക് പേരറിയില്ല, അനവധി പേരുകളിൽ അറിയപ്പെടുന്ന, അതുപോലെ ശ്രുതി സായിബാബ, ഇവരെല്ലാവരും ആ യാഥാർത്ഥ്യം കണ്ട് യഥാർത്ഥമായി എന്നെപ്പോലെ, എനിക്ക് എന്നല്ലേ പറയാൻ കഴിയുള്ളൂ, ഈ യാഥാർത്ഥ്യം ആയവരാണ് എല്ലാവരും. അപ്പൊ എല്ലാവരും ഞാൻ തന്നെ, എൻ്റെ ഭാഗമാണ്, എൻ്റെ ഭാഗധേയമാണ്, ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് കീഴേ ഉപനിഷത്തൊക്കെ പറഞ്ഞ് യഥാ ഈ ധർമ്മസ്യ, കാലം മലിനമാകുമ്പോൾ, അന്ധകാരത്തിൽ മുഴുകുമ്പോഴെല്ലാം ഈ യാഥാർത്ഥ പ്രകാശവുമായി, ഈ ജ്യോതിയുമായി, ഈ ആകാശവും പ്രകാശവുമായി നിങ്ങൾക്ക് കാണിച്ചും അറിയിച്ചും അനുഭവിച്ചും നിങ്ങളെ ആ പ്രകാശമാക്കി തീർക്കാൻ വന്നുകൊണ്ടിരിക്കും. അതാണ് യഥാ ഈ ധർമ്മസ്യ.